അപ്പോൾ ഇത് അടുത്തായിട്ട് കസ്റ്റമർ ഫോട്ടോയ്ക്ക് ചെയ്യാൻ വന്നിട്ടില്ല ബലീന കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബക്കായിട്ടുള്ള വൃത്തിയും കാര്യങ്ങളിലെ സിമ്പിൾ വർക്ക്. അപ്പോൾ ഇത് വന്നിട്ടുള്ള എടപ്പാളം എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ബലീനെല്ലാം നമ്മൾ കസ്റ്റമർ ഫോട്ടോന് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കരുതി. അപ്പോൾ ഇതിൽ മഫ്ലർ ഇല്ലാതെ കസ്റ്റമർ ഫോട്ടോന് കട്ടൗട്ട് മാത്രം കയറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക വീഡിയോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുക. അപ്പോൾ പോസ്റ്റോക്കിൻ്റെ പുതിയൊരു വാൾവോട്രോണിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതായിട്ട് ഈ വണ്ടിയുടെ സൈലൻസർ വരുന്നത് ഫ്രണ്ടിലൊരു പീസ് വരുന്നുണ്ട്. കാറ്റലിറ്റിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനായിട്ട് ഒരു ഐ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്നത് ഒരു ക്യാന്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐ കളർ ഓപ്ഷൻ, പിന്നെ ഇവിടെ ഒരു ക്യാന്, അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് പോയിട്ട് ബാക്കിലായിട്ടൊരു ക്യാന് കേട്ടോ. അപ്പോൾ ഇത്ര ലെങ്ത്തുള്ളൊരു പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അയച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ചെയ്താൽ മതി. പക്ഷേ എന്താ വെച്ചാൽ ഈ ഭാഗം അയച്ചിട്ട് കഴിയുന്നില്ല, റസ്റ്റ് പിടിച്ചിട്ട് അലമ്പായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം അയച്ചിട്ട് ഇത്രയും പോർഷൻ നമ്മൾ അയച്ചെടുക്കണം. ടാസ്ക്കാണ്. ഇത് അയച്ചെടുത്തതിന് ശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ള കേട്ടോ. അത്രയും വലുപ്പമുള്ള പീസാട്ടോ സൈലൻസർ വരുന്നത്. ഇത് ഫ്രണ്ടിൽ 2 ക്യാനർ ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊസിഷനായിട്ട് നമ്മൾ ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം അയച്ചെടുത്തതിന് ശേഷം കണ്ടോ അത്രയും ടൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് അയച്ചെടുത്തതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കണം. ആ ഒരു മഫ്ലർ നിലനിർത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടൗട്ട് ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള കേട്ടോ. ഇത് കണ്ടോ ചൂടാക്കിയിട്ട് കിട്ടില്ല കേട്ടോ, കട്ട് ചെയ്തെടുക്കേണ്ടി. അപ്പോൾ ആ ഒരു ഭാഗം 2 ഞെട്ടും ഭാഗങ്ങളൊക്കെ സെറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു പീസ് വരുന്നത് ഫ്രണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ സ്ട്രെയിനറിനാട്ടോ കണ്ടിട്ട്. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്തിട്ട് ഇത് പലതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത വണ്ടിക്ക് ഇത്രയും വലിയൊരു ഇതുണ്ടായില്ല, അതുള്ളതൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സൗണ്ട് കിട്ടുന്നത് നോക്കി വെക്കാം. അതിനുശേഷം ബാക്കി കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യണത്. പിന്നെ ഫിറ്റിങ് ഇത്രത്തോളമായി. ഇതിൽ ബാക്കത്തെ ക്യാനിൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ക്യാനിൻ്റെ നേരെ മുമ്പിലായിട്ട്, ആ ക്യാനിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു കണക്ഷൻ ഉണ്ടോ, ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ബെൻഡുള്ള ചെയ്യാതിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഈ സൈലൻസർ വണ്ണുള്ള പീസിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റിന് ആ ഒരു കയറ്റിയ i20 അതിനൊക്കെ ബെൻഡിൽ കൊടുക്കാം. അത്യാവശ്യം സൈലൻസർ വണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ വണ്ണില്ലാത്ത സൈലൻസർ ആകുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. ചെറിയൊരു ബെൽബോ കേട്ടോ, ബെൽബോ എന്ന് പറയാനില്ല, ചെറിയൊരു ബെൻഡിൽ. പിന്നെ ഈ ഒരു ഭാഗം ചേരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല. ഇതാ ഇതിങ്ങനെ സ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേരിച്ചിട്ടാണ് കട്ട് ചെയ്തില്ല. ഇവിടെ ആ പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ത്രോട്ടിൽ ബോഡി കറക്റ്റ് പക്കായിട്ട് നിൽക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണം. അത് ഈ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ എവിടേക്കാണോ നമുക്ക് കേബിൾ പൊസിഷൻ കിട്ടുന്നത് അവിടേക്ക് കൊടുക്കും. പിന്നുള്ളത് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഏകദേശം ഇതിൻ്റെ ഫ്രണ്ട് കൊടുക്കുന്നത് ബെറ്റർ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലായിട്ടാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാന് വരുന്നത് പറഞ്ഞാൽ ഉള്ളോട്ട് കുറച്ച് ഗ്യാപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു എൽബലും ചെയ്യുക. പക്ഷേ എന്താ വെച്ചാൽ ഈ സബ് ഫ്രെയിം വരുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ലോറാമിൻ്റെ ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ തട്ടണ ഒരു പ്രശ്നം വരും. പിന്നീട് നമ്മൾ മഫ്ലർ വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ മഫ്ലറിൻ്റെ ചോടാവും ആ ഒരു മഫ്ലർ വരിക. അപ്പോൾ അടി തട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ ടാങ്ക് വന്നാലും ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക്. പിന്നെ ഈ സൈലൻസിൻ്റെ എയർ ഔട്ടാവാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് എന്നുള്ള കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കട്ടൗട്ട് മാത്രം സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് കട്ടൗട്ട് വന്ന് നിൽക്കുക. പിന്നെ അത്രയും ഭാഗം ബാക്കിലോട്ടുണ്ട്. പിന്നെ ഈ സ്ട്രെയിനറിൻ്റെ ആ ഒരു ദമ്മ് നമുക്ക് ഈ ഒരു കട്ടൗട്ടിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കേട്ടോ ഐറ്റം സെറ്റ് ക്ലാമ്പ് എൽബടിച്ച് വെൽഡ് ചെയ്ത് ഇതിനകത്ത് കയറ്റണം. പിന്നെ ഇവിടെ ത്രോട്ടിൽ ബോഡി സെറ്റ് ചെയ്യണം. ഇതിൻ്റെ എൽബോ, അതുപോലെ എൽബോ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ബെൻഡ്, അതുപോലെ തന്നെ പ്ലേറ്റ്, ത്രോട്ടിൽ ബോഡി. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതാണ് സൈലൻസറിൽ വരുന്ന കണക്ഷൻ കേട്ടോ. സ്റ്റിക്ക് കയറ്റി വയ്ക്കുക കേട്ടോ. ഈ ഭാഗം പക്ക കട്ടിങ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ കട്ട് ചെയ്യണം. ഇതിൻ്റെ അതിന് ശേഷം സ്പോട്ട് എടുക്കണം. ഇതുണ്ടോ ഇതാണ് ഫിറ്റിങ് വരുന്നത്. ചെറിയ ചെരുവിലാട്ട് വരിക. കാരണം ഇത് സ്റ്റഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ തൊട്ട് ഇപ്പം ചേരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് സൈലൻസറിൻ്റെ നേരെ മുകളിൽ വരുന്നത്. അത് ഞാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടുത്തെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ നമുക്ക് കാണിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. കാരണം റിട്ടേണായ ഭാഗം ഡാർക്കാകാരം ഇതിനകത്ത് കാണിക്കുമ്പോൾ ഇതുണ്ടോ. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളും. ഇതുണ്ടോ ഈ ഒരു ഭാഗത്തുള്ള വെൽഡിങ് കഴിഞ്ഞിട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് MC ഇട്ട് കൊടുക്കണം. കാരണം ചില ആ ഗ്രൈൻഡിൻ്റെ ഭാഗം പക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതുണ്ടോ സൈലൻസറിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ കേബിൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ കേട്ടോ, ഈ ഒരു പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതെന്താ ഇവിടെ കൊടുക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബെൻഡ് അടിച്ചിട്ട് ഇങ്ങോട്ട് ഇത്ര പൊസിഷനിൽ വരാം. പിന്നെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ ഒരു പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേബിൾ നമ്മൾ ഈ സീറ്റ് ഇങ്ങനെ സൈഡ് ചെയ്യുന്ന ടൈമിൽ ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ കണക്ട് ചെയ്യാം, അത് ഇവിടെയൊക്കെ ഓളടിക്കണം. പിന്നെ അത് നമുക്ക് കസ്റ്റമർക്ക് ഇത് ആ ഒരു ഭാഗത്ത് പൊസിഷൻ പക്കായില്ല എന്നുണ്ടെങ്കിൽ ആ ഓളടിച്ച് നിർത്താവുന്നില്ല. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുത്താൽ കുറച്ചും കൂടെ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സീറ്റ് ഇത്രത്തോളം വരുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈഡായിട്ട് നിൽക്കും ചെയ്യാറ് പ്രശ്നം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലികം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അപ്പോൾ ആകുമ്പോൾ കണക്ട് ചെയ്ത് പിന്നെ ബോയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ സീറ്റിൻ്റെ ഈ ഒരു ബോൾട്ട് ഉണ്ടോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്ററിൽ വേണമെങ്കിൽ കൊടുക്കുക. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഭാഗം അയച്ചിടാണ്ട് ഇതുണ്ടോ ഈ ഒരു സ്ക്രൂ അയച്ചുകൊണ്ട് എങ്ങോട്ടോ വേണ്ടിച്ചാലും മാറ്റി കൊടുത്താൽ മതി. പിന്നെ മാറ്റുന്ന ടൈമിൽ ഈ കേബിൾ വലുപ്പം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ അയച്ചാണ്ട് ഇവിടെ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുള്ള. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് ചെറുതായിട്ട് ബെൻഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ജസ്റ്റ് പുള്ളി ചെയ്തിട്ടാൽ മതി. കണ്ടോ ഇത് ഫ്രീ ആയിട്ട് അത്യാവശ്യം ഫ്രീ ഉണ്ട്. കാരണം വെച്ചാൽ ഇത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ബെൻഡ് കൂടെ വരും. അപ്പോൾ രണ്ട് ബെൻഡ് വരുന്ന ടൈമിൽ ഇത് ടൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഒറ്റ വിരലോണ്ട് വലിക്കണമല്ലേ, അപ്പോൾ അത്രയും ഫോഴ്സിൽ വലിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരുന്നത്, പക്ഷേ അത് ബുദ്ധിമുട്ടാണത്. പിന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ അതും ഇതൊക്കെ ഏറെക്കുറെ സെയിമാണ്. പിന്നെ സ്റ്റാർട്ട് ജസ്റ്റ് സ്റ്റോക്കിൻ്റെ സൗണ്ട് എസ്കേപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇതുണ്ടോ സ്റ്റോക്ക് ആ ഒരു വിസിൽ വിളി ബാക്കിൽ ആ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതുണ്ടോ ഈ പീസ് അതിൻ്റെയാണ് ടർബോൻ്റെ വിസിൽ പോലത്തെ ഒരു സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാട്ടുണ്ടല്ലോ ഇതുണ്ടോ ഇത് വലിച്ചിട്ട് അപ്പോൾ അതാണ് പുള്ളി ഇതുള്ള സൗണ്ട്. പിന്നെ അത് മഫ്ലറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ഫിറ്റിങ് കാര്യം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ത്രോട്ടിൽ ബോഡി അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ബൂട്ട് കണ്ടില്ലേ, ഈ ബൂട്ടിൻ്റെ ഈ ക്ലാമ്പ് വരുന്നതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത്, അതായത് ഈ ഒരു പൊസിഷൻ്റെ മുകളിലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബായിൽ ഒരു മഫ്ലർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളതിൻ്റെ കൊടുക്കട്ടോ. ഒരു മീറ്ററോളം ഗ്യാപ്പ് ബാക്ക് സൈഡ് ഉണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് കൊടുക്കുക. എച്ച് ഗ്യാസിൻ്റെ മറ്റ് പീസ് ആണെങ്കിലും അത്യാവശ്യം ലെങ്ത്തിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിറ്റിങ് കണ്ടോ, ഗിയർ ലിവറിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ആ ഭാഗം ടച്ച് ആവില്ല. പിന്നെ നമ്മൾ കേബിൾ കയറ്റിയെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കാണുന്നില്ല കേട്ടോ. ഈ ഒരു പൊസിഷനിൽ കയറ്റിയിട്ടുണ്ട്, ഷോർട്ടാക്കിയിട്ടാണ് കയറ്റിയിട്ടുള്ളത്. എത്രത്തോളം ഷോർട്ടാക്കണേ അതിനനുസരിച്ച് നമുക്ക് പുള്ളിയാളെ ആ ഒരു സെറ്റപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടി കിടന്നിട്ട് കൃത്യമായിട്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ ഇത് കണ്ടോ ബാക്ക് സൈഡിൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് നിന്ന് പുള്ളി ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ ആ വേരിയേഷൻ. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി വണ്ടിയോടെ കൊടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി സെറ്റാക്കിയാണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ലെവലാക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് പുറത്തുനിന്ന് പരമാവധി കിട്ടുമോ നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമോ നോക്കാൻ പറ്റും. ഇതാണൊരു ടാസ്ക്. മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ ഇതിൽ മഫ്ലർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാസും കാര്യങ്ങളും ആ സ്ട്രെയിനറിൻ്റെ സൗണ്ടും കൂടെ കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ ഈ ബാക്കത്തെ ഈ ഒരു വിസിലിൻ്റെ സൗണ്ട് ഏകദേശം കയറി വരുന്നുണ്ട്. അപ്പോൾ ആരും മുതലെടുത്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് സൗണ്ട്. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ വേറെ ആളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ലോങ്ങിന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാറ്. പക്ഷേ അത് ആൾ കാര്യങ്ങളില്ല ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ പുതിയ വേറെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.